അപ്പോൾ എല്ലാവർക്കും ലിഞ്ചു സ്ട്രീമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടാട്ട് പൂരത്തിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വേലയുടെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ, ഉണ്ണിക്കുട്ടൻ, അമ്മമ്മ, മുത്തശ്ശി എല്ലാവരും കൂടിയിട്ടാണ് വേലയ്ക്ക് പോയത്. അപ്പോൾ അമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അമ്മയ്ക്കൊരു മൂഡുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മ അത് കാരണം വന്നില്ല കേട്ടോ. എനിക്കത് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല പോകാനായിട്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വയ്യാത്ത കാരണം മടി പിടിച്ചിരിക്കുകയായിരുന്നു. എന്നാലും പിന്നെ നമ്മൾ പോയിട്ട് നമ്മുടെ പരിപാടിയൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ട് കവർ ചെയ്തിട്ട് പോകുന്നു കേട്ടോ. എല്ലാം കഴിയാനൊന്നും നിന്നില്ല. എല്ലാ പരിപാടിയും കുറച്ചീശെ കണ്ടിട്ട് അങ്ങനെ പോകുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ യുവജന കലാവേദിയുടെ, അതായത് നമ്മുടെ കുന്നുംപുറത്തുള്ളവരുടെ ടീമാണ് കേട്ടോ ഫസ്റ്റത്തെ. അപ്പോൾ അവിടെ നിന്ന് 2 ടീമുണ്ട്. അപ്പോൾ അതിലെ ഒരു ടീമാണിത്. അപ്പോൾ ഇത് നമ്മുടെ ഈ തിറ എല്ലാ കൊല്ലവും മുടങ്ങാതെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെതാ തിറ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ടീം നമ്മുടെ ഇതാണ്, യുവജന കലാവേദിയുടെ ടീമാണ് കേട്ടോ. ആദ്യം അമ്പലത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ അങ്ങനെതാ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ പരിപാടി കാണാം.
അപ്പം അങ്ങനെ നമ്മൾ തിറയുടെ കൂടെ അമ്പലത്തിൻ്റെ അവിടേക്ക് വന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തിറ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതെനിക്കെന്തോ ട്രഡീഷണൽ ആയതുകൊണ്ടാണ് തോന്നുന്നു, എനിക്ക് തിറ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ തിറയുടെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം എന്താ പറയുക, നോട്ട് എടുക്കണതൊന്നും ചെയ്തില്ല എന്ന് തോന്നുന്നുണ്ട്. അത് ചെയ്തതെന്ന് നമുക്കറിയില്ല, കണ്ടില്ല കേട്ടോ. നമ്മൾ കഴിഞ്ഞ കൊല്ലം വേലയ്ക്ക് വന്നപ്പോൾ അതൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അടുത്ത ടീം വരുന്നുണ്ട്. അങ്ങനെ ആ ടീമിൻ്റെ കുറച്ച് നേരം കണ്ടു. അപ്പോഴേക്കും പിന്നെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഇവിടേക്ക് വന്നിട്ട് നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ വാങ്ങിയിട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഒന്നും മേടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കോളിഫ്ലവറും ഉണ്ണിക്കുട്ടനെ പിന്നെ ബജ്ജിയും മേടിച്ചായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ അമ്മാമ്മയും മുത്തശ്ശിക്കും ഒക്കെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ അത് കഴിഞ്ഞതാ നമ്മുടെ ആ ഒരു ടീമിൻ്റെ നല്ല വൈബായിട്ട് അവർ സ്റ്റെപ്പൊക്കെ ഇട്ട് ഡാൻസ് കളിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ടീമിൻ്റെ കൂടെ നല്ല അടിപൊളി തെയ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ വഴിയെ കാണേ. അപ്പോൾ അങ്ങനെ അത് ആ തെയ്യത്തിൻ്റെ സെറ്റൊക്കെ കയറി തുടങ്ങിയപ്പോൾ അടുത്ത സെറ്റ് വന്നു. അപ്പോൾ അത് നാദസ്വരവും കാവടിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ 4 ആളും അവിടെ അങ്ങനെ നിന്ന് പരിപാടി കാണുകയാണ്. അങ്ങനെ നാദസ്വരവും കാവടിയും വരുന്നുണ്ട് കണ്ട. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത് പോകുമ്പോൾ ഒരു തിറയുടെ ടീമും കൂടെ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു DJ-യുടെ ടീമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ വീട്ടിൽ പോകാനുള്ള ഒരു മൂഡിലായിരുന്നു. പക്ഷേ എന്താ പറയുക, എൻ്റെ അനിയത്തിമാരൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു DJ-യുടെ സംഭവത്തിൽ. അപ്പോൾ അവരൊക്കെ വിളിച്ചിട്ട് അങ്ങനെ നമ്മൾ വീണ്ടും കുറച്ച് നേരം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തു. ഇപ്പോൾ കണ്ടോ അടുത്ത തിറയുടെ ടീം, പിന്നെ നമ്മുടെ ബാൻഡ് സെറ്റ് ഉണ്ടായിരുന്നു അതിന് തൊട്ട് മുന്നേ. അപ്പോൾ അതൊക്കെ അങ്ങനെ കണ്ട് നടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ ഇവിടെ വന്നിട്ട് അങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്ക് ഓരോ ടീമിനെയും കാണാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്ത് വന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മളത് കഴിഞ്ഞ് നമ്മുടെ തിറ തുടങ്ങിയ ഒരു സ്ഥലം ഉണ്ടല്ലോ, അതായത് നമ്മൾ രാവിലെ ഫസ്റ്റത്തെ നമ്മുടെ വീട്ടിൽ കാണുന്ന ആ സ്ഥലം, അതാണിത് കേട്ടോ. അപ്പോൾ അത് DJ മൂഡാണ് ഇവിടെ. അപ്പോൾ കണ്ടില്ലേ, ഇത് ഇപ്പോൾ കുറേ സ്ഥലത്ത് ട്രെൻഡാണല്ലോ. അപ്പോൾ അങ്ങനെ ഈ ഒരു DJ-യുടെ സംഭവമായിരുന്നു. അപ്പോൾ എല്ലാവരും ഡാൻസ് കളിക്കുന്നുണ്ട്, അതിൽ ഞാനും ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അനിയത്തിയാണ്, അതായത് വീടിൻ്റെ അപ്പുറത്തുള്ള. അപ്പോൾ ഞങ്ങളൊക്കെ ഭയങ്കര കമ്പനിയാണ് ചെറുപ്പം മുതലേ. അപ്പോൾ അങ്ങനെ അവളിങ്ങനെ വായി ചേച്ചി കളിക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് നേരം അവരുടെ കൂടെ നിന്നു. 2 സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട് അങ്ങനെ പിന്നെ വീട്ടിൽ പോകുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വോയിസ് ഡബ് ചെയ്യുന്നത് സോങ് ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ സോങ് ആയതുകൊണ്ട് കോപ്പിറൈറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ അമ്മാമ്മയ്ക്ക് എന്താ പറയുക, കുറച്ച് നേരം കൂടെ അവിടെ നിൽക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അമ്മാമ്മയ്ക്ക് ഡാൻസ് കളിക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണമാണ് പിന്നെ ഞാൻ മെയിനായിട്ട് ഇവിടെ നിന്നത് കേട്ടോ. അപ്പോൾ വർഷത്തിലൊരു ദിവസത്തെ കാത്തിരിപ്പാണ് നമ്മുടെ ദേശത്തിൻ്റെ ഒരു പൂരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് ആഘോഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, നല്ലൊരു വൈബല്ലേ. അപ്പോൾ അത് അമ്മാമ്മയ്ക്ക് ഡാൻസ് കളിക്കണം എന്നുള്ളതുകൊണ്ട് അങ്ങനെ ഞാൻ പിന്നെ അമ്മാമ്മേനെ പിടിച്ച് വലിച്ചിട്ടു കേട്ടോ ഡാൻസ് കളിക്കാൻ. പിന്നെ അമ്മാമ്മയുടെ കുറേ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ പിന്നെ ഇടയിലുണ്ടായിരുന്നു.
അങ്ങനെ പിന്നെ അമ്മാമ്മ അവരായിട്ട് സെറ്റായി കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അമ്മമ്മയുടെ കൂടെ അങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നിട്ട് പിന്നെ പോകുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി എനിക്ക് വയ്യാത്തതുകൊണ്ട് ഒരു മൂഡുണ്ടായിരുന്നില്ല. പിന്നെ കൂടി ഒന്ന് എൻജോയ് ചെയ്തത് ഈ ഒരു DJ-യുടെ അവിടെ അങ്ങനെ വന്നപ്പോഴാണ്. അപ്പോൾ അവരുടെയൊക്കെ കൂടെ നിന്നിട്ട് അങ്ങനെ കളിച്ച് തരണം, ഡാൻസൊക്കെ ഒന്ന് ആഡ് ചെയ്ത് തരണമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ കണ്ടോ, ഞാനും മാമിയാണ് നടക്കുന്നുണ്ട് വെറുതെ. അപ്പോൾ അങ്ങനെ അതായിരുന്നു ഈ കൊല്ലത്തെ നമ്മുടെ അടാട്ട് പൂരം വേലിയൊക്കെ കേട്ടോ. ഇങ്ങനെയായിരുന്നു നമ്മൾ ആഘോഷിച്ചത്. അപ്പോൾ ഒരു ചെറിയ എന്താ പറയുക, ഇതൊക്കെ ഒരു രസമല്ലേ അല്ലേ. നമ്മൾ കുറേ കൊല്ലങ്ങളായി നമ്മൾ പൂരത്തിനൊക്കെ പോയിട്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ നമുക്ക് കുറേ പഴയ മെമ്മറീസും കാര്യങ്ങളും അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ ഇതാ കണ്ട നമ്മുടെ അമ്മാമ്മ ഡാൻസ് ആടുന്നതാണ്. ഇതാ കണ്ട അമ്മാമ്മയുടെ കൂട്ടുകാരി. അങ്ങനെ അവർ എന്താണ്, ഞാൻ ജസ്റ്റ് അമ്മാമ്മയ്ക്ക് സ്റ്റാറ്റസ് ഇടാനും കാര്യങ്ങൾക്കൊക്കെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലും കൂടെ ജസ്റ്റ് ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളെന്താ വീട്ടിൽ അടങ്ങി ഒതുങ്ങി ഇരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ എൻജോയ് ചെയ്യാനുള്ള നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എൻജോയ് ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. അപ്പോൾ അത് ഇപ്പോൾ അതിൽ പ്രായത്തിൻ്റെ കണക്കോ ഒന്നുമില്ല. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതായിരിക്കും ബൈ.